വയനാട് മാനന്തവാടി പാണ്ടിക്കടവ് പുഴയിൽ കുളിക്കുന്നതിനിടെ 16-കാരൻ മുങ്ങി മരിച്ചു. പാണ്ടിക്കടവ് മാറത്ത് സിറാജിന്റെ മകൻ ആരിഫാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. കൊടുവള്ളിയിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. കൊടുവള്ളി പുത്തലത്ത് ബിച്ചമ്മദിന്റെ മകൻ കക്കോടൻ നസീറാണ് മരിച്ചത്. കിഴക്കോത്ത് പരപ്പാറ വച്ചായിരുന്നു അപകടം. ഉച്ചയ്ക്ക് 12:30യോടെ വിൽപ്പനയ്ക്കുള്ള വീട് നോക്കാനായി എത്തിയപ്പോഴാണ് മിന്നലേറ്റത്. ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊട്ടാരക്കര വയക്കലിൽ കാറും മിനിലോറിയും കൂട്ടിയിടിച്ച് ഒരു സ്ത്രീ മരിച്ചു. കർണാടക സ്വദേശിനി 46 വയസ്സുള്ള ഗീതാഞ്ജലിയാണ് മരിച്ചത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും വന്ന കാറും ചടയമംഗലത്തേക്ക് പോവുകയായിരുന്ന മത്സ്യം കയറ്റിയ പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. ലോറി നിയന്ത്രണം തെറ്റി മറിയുകയും പുന്നപ്ര സ്വദേശികളായ ലോറി ഡ്രൈവർ കുഞ്ഞുമോൻ, സഹായി നൌഷാദ് എന്നിവരെ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന കർണാടക സ്വദേശികളായ മറ്റ് 4 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പട്ടാമ്പിയിൽ മരം കടപുഴകി റോഡിലേക്ക് വീണ് 3 പേർക്ക് പരിക്ക്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിൽ വല്ലപ്പുഴയിലാണ് അപകടം. രാത്രി 10 മണിയോടെയാണ് പാതയോരത്തെ വൻമരം റോഡിലേക്ക് കടപുഴകി വീണത്. സംഭവസമയം കാറ്റോ മഴയോ ഉണ്ടായിരുന്നില്ല. റോഡിലൂടെ പോകുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരം വീണത്. വാഹനത്തിലുണ്ടായിരുന്ന 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോഴിക്കോട് തിക്കോടിയിൽ വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട് കൂട്ടയടി. അയൽവാസികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. പ്രദേശത്തെ വീട്ടുകാർ മതിൽ കെട്ടുന്നതിനായി ജോലിക്കാരെ വിളിക്കുകയും ഇവരെത്തി മതിൽ പണി പുരോഗമിക്കുകയും ചെയ്തപ്പോൾ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. ഇത് കൂട്ടിയടിയിൽ കലാശിച്ചു. നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ തൃശൂർ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലൂർ തയ്യൂർ ചിറ്റിലപ്പള്ളി വീട്ടിൽ നെൽസനാണ് പിടിയിലായത്. തയ്യൂർ ചുങ്കം റോഡിൽ നെൽസന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കട കേന്ദ്രീകരിച്ചാണ് പുകയില ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നത്. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ SI TC അനുരാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ AB ഷിഹാബുദ്ദീൻ, K സുഗുണൻ, TA ഷാബു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായി. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. ചൊക്കനാട് എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെയായിരുന്നു പടയപ്പയുടെ ആക്രമണം. ഉണ്ണിമാരന്റെ കടയുടെ വാതിൽ തകർത്തു. 19ാം തവണയാണ് ഉണ്ണിമാരന്റെ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വയനാട് വെള്ളമുണ്ടയിൽ പെരുമ്പാമ്പിനെ പിടികൂടി. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കണ്ട പെരുമ്പാമ്പിനെ വെള്ളമുണ്ട ഫോറസ്റ്റ് അധികൃതർ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. രാത്രി 12 മണിക്ക് വാഹനയാത്രക്കാരായ മാഞ്ചേരി ഷിബിയും കുടുംബവുമാണ് ചെറുകര ആറുവാളിന് സമീപം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ജോസഫിന്റെ വീടിന് സമീപത്ത് ഏകദേശം 10 അടി നീളമുള്ള പെരുമ്പാമ്പിനെ കണ്ടത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മിക്കയിടങ്ങളിലും സംരക്ഷണ ഭിത്തി തകർന്നതിനാൽ യാത്രക്കാർ ഭീതിയിലാണ്. വാഹനങ്ങളിടിച്ച് പലപ്പോഴായി തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കാൻ ഒരു നീക്കവും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പേരിന് മാത്രമുള്ള സംരക്ഷണ ഭിത്തി മറികടന്ന് പലപ്പോഴും വാഹനങ്ങൾ താഴ്ചയിലേക്ക് പതിക്കാറുണ്ട്. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് താമരശ്ശേരി ചുരം. എന്നാൽ ചുരത്തിലൂടെയുള്ള യാത്ര ഇപ്പോൾ ആരെയും ഭീതിപ്പെടുത്തും. രാപ്പകൽ ഭേദമന്യേ വാഹനങ്ങൾ കടന്നുപോകുന്ന ചുരത്തിൽ അപകടം പതിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയോ നിയന്ത്രണം വിടുകയോ ചെയ്താൽ കൊക്കയിലേക്ക് പതിക്കും. പ്രതിരോധത്തിനായി പലയിടങ്ങളിലും സംരക്ഷണ ഭിത്തിയില്ല. പേരിന് മാത്രം ചിലയിടങ്ങളിൽ ഭിത്തിയുണ്ട്. മിക്കയിടങ്ങളിലും വാഹനങ്ങൾ ഇടിച്ച് സംരക്ഷണ ഭിത്തികൾ തകർന്ന നിലയിലാണ്. വർഷങ്ങളായി സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്ന ഭാഗങ്ങളുമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല.
റോഡിൽ നിന്ന് അധികം ഉയരമില്ലാത്ത രീതിയിലാണ് പലയിടങ്ങളിലും സംരക്ഷണ ഭിത്തി ഉള്ളത്. അടുത്തിടെ നിരവധി വാഹനങ്ങളാണ് സംരക്ഷണ ഭിത്തി മറികടന്ന് അപകടത്തിൽപ്പെട്ടത്. മരങ്ങളിലും മറ്റും ഇടിച്ചതിനാലാണ് വാഹനങ്ങൾ താഴേക്ക് പതിക്കാതിരുന്നത്. ബൈക്ക് യാത്രക്കാർ ബൈക്ക് ഉൾപ്പെടെ കൊക്കയിലേക്ക് പതിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ദേശീയപാതാ വിഭാഗമോ ജനപ്രതിനിധികളോ അറിഞ്ഞിട്ടില്ലെന്നതാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. സംരക്ഷണ ഭിത്തി ഇല്ലാത്ത സ്ഥലത്താണ് ഈ ബസ്സുകളൊക്കെ അപകടത്തിൽപ്പെടുന്നതും അതുപോലെ വാഹനങ്ങളൊക്കെ അധികവും അപകടത്തിൽപ്പെടുന്നത്. പിന്നെ ഉള്ള സംരക്ഷണ ഭിത്തി തന്നെ വളരെ ചെറുതും ഹൈറ്റ് കുറഞ്ഞതും ഉറപ്പ് കുറഞ്ഞതും ആയതുകൊണ്ട് വളരെ വിഷയങ്ങളാണ്. അത് നല്ല സേഫ്റ്റി ആയിട്ട് നല്ല ഉയരത്തിലും നല്ല ഉറപ്പിലൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഈ അപകടങ്ങളൊക്കെ കുറക്കാൻ സാധിക്കും. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയുടെ ഭാഗമായി താമരശ്ശേരി ചുരം വീതി കൂട്ടുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങളാണ് കാരണമായി പറയുന്നത്. നിലവിലുള്ള റോഡിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ച് യാത്രക്കാരുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 താമരശ്ശേരി. മലയോര ഹൈവേയിൽ നിന്ന് ഇടുക്കി മാങ്കുളം പഞ്ചായത്തിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. പഴയ ആലുവ മൂന്നാർ റോഡ് പുനഃസ്ഥാപിച്ചുകൊണ്ട് കുട്ടമ്പുഴ മാങ്കുളം വഴി മലയോര ഹൈവേ കടന്നുപോകുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇപ്പോൾ നേര്യമംഗലം അടിമാലി വഴി മലയോര ഹൈവേ നിർമ്മിക്കാനുള്ള അധികൃതരുടെ നീക്കമാണ് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് കാരണമായത്. മലയോര ഹൈവേ മുൻപ് തകർന്നുപോയ ആലുവ മൂന്നാർ റോഡ് പുനഃസ്ഥാപിച്ചുകൊണ്ട് കുട്ടമ്പുഴ മാങ്കുളം മേഖലയിലൂടെ നിർമ്മിക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോൾ നേര്യമംഗലം അടിമാലി വഴി മലയോര ഹൈവേ റൂട്ട് മാറ്റി നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് ജനരോക്ഷം ശക്തമായിരിക്കുന്നത്. വികസനപരമായി പിന്നോക്കമുള്ള മാങ്കുളം പഞ്ചായത്തിന് വലിയ വികസന സാധ്യതകൾ മലയോര ഹൈവേ വരുന്നതോടെ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു. പ്രകൃതിക്ഷോഭത്തിൽ തകർന്നുപോയ പഴയ ആലുവ മൂന്നാർ റോഡിന് പകരം തിരുവിതാംകൂർ രാജഭരണകാലത്ത് നേര്യമംഗലം വഴി പുതിയ റോഡ് നിർമ്മിച്ചതോടെ പഴയ റോഡ് വനം വകുപ്പ് കൈയടക്കി. ഇത് വീണ്ടും വിട്ടുകൊടുക്കാതിരിക്കുവാനായി വനം വകുപ്പിന്റെ തന്ത്രങ്ങളാണ് ഇപ്പോൾ മലയോര ഹൈവേയുടെ റൂട്ട് മാറ്റിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മലയോര ഹൈവേ മാങ്കുളം പഞ്ചായത്ത് ഉൾപ്പെടുത്തി നിർമ്മിക്കാത്ത പക്ഷം നേര്യമംഗലം അടിമാലി വഴിയുള്ള നിർമ്മാണം തടയുമെന്ന് മാങ്കുളം നിവാസികൾ പറഞ്ഞു. ന്യൂസ് 18 മാങ്കുളം. കൊല്ലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം 3 വർഷം കഴിഞ്ഞിട്ടും തുറന്നു നൽകിയില്ല. പുനലൂർ അഞ്ചൽ പാതയിൽ മലയോര ഹൈവേയിലെ വിശ്രമ കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം തുറക്കാത്തത്. വിശാലമായ പാർക്കിംഗും മറ്റ് അനുബന്ധ സംവിധാനങ്ങളോടെയുമാണ് മലയോര ഹൈവേ നിർമ്മാണത്തിനൊപ്പം കുരുവിക്കോണത്ത് വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത്. 3 വർഷം പിന്നിടുമ്പോഴും സാമൂഹിക വിരുദ്ധർക്ക് മാത്രമാണ് ഇവിടം പ്രയോജനപ്പെടുന്നത്. വിശ്രമ കേന്ദ്രം തുറന്നു നൽകണമെന്ന ആവശ്യം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനങ്ങളുടെ കയ്യിലെ പൈസ എടുത്ത് എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വഴിയോര വിശ്രമ കേന്ദ്രം. ഈ പാത ഉദ്ഘാടനം മലയോര ഹൈവേ ഉദ്ഘാടന സമയത്ത് എല്ലാ വെയിറ്റ് ഷെഡുകളും ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ മുന്നിലും നാട കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആരൊക്കെയോ അത് അടിച്ചു കളഞ്ഞതാണ്. ഇപ്പോൾ ഇതുകൊണ്ടുള്ള ആകെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ കുറേ അറിഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കൾക്കും കുറേ കുടിയന്മാർക്കും മദ്യപിക്കാനുള്ള ഒരു കേന്ദ്രമായി സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമായി ഇത് മാറിക്കഴിഞ്ഞു. കെട്ടിടത്തിന്റെ നടത്തിപ്പ് കുടുംബശ്രീ പ്രവർത്തകർക്ക് കൈമാറും എന്ന് പറയാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിയുന്നു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സർക്കാരിന് മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന വിശ്രമ കേന്ദ്രം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിക്കുന്ന അവസ്ഥയാണ്. ന്യൂസ് 18 പുനലൂർ. വന്യമൃഗശല്യം രൂക്ഷമായ ഇടുക്കിയിലെ തോട്ടം മേഖലകളിലെ ഇടവഴികളിൽ പലതിനും ആവശ്യത്തിന് വഴിവിളക്കുകളില്ല. ഇടവഴികളിൽ ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതിനാൽ വന്യമൃഗങ്ങളുടെ പിടിയിൽ ആളുകൾ പെടുന്നത് പതിവാണ്. ഇടവഴികളിൽ ലൈറ്റ് സ്ഥാപിക്കാൻ നടപടിയുണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം പതിവാകുകയാണ്. കാട്ടാനകൾക്ക് പുറമെ കാട്ടുപോത്ത്, കടുവ, കാട്ടുപന്നി എന്നിവയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാറിൽ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായി. 2 സ്ത്രീ തൊഴിലാളികൾക്ക് പരിക്കേറ്റു. തേക്കടിയിലും ചിന്നക്കനാലിലും ഉണ്ടായ കാട്ടാന ആക്രമണങ്ങളിലായി 2 പേർക്ക് പരിക്കേറ്റു. മൂന്നാർ, മാങ്കുളം മേഖലകളിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. സൈലന്റ് വാലിയിൽ കഴിഞ്ഞയാഴ്ച കന്നുകാലികളെ കടുവ കൊന്നിരുന്നു. വന്യമൃഗങ്ങളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് തോട്ടം മേഖലയിലുള്ളത്. സന്ധ്യയായാൽ ഒറ്റപ്പെട്ട തോട്ടം മേഖലകളിലെ ഇടവഴികൾ വിജനമാണ്. വെളിച്ചക്കുറവ് മൂലം വന്യമൃഗ സാന്നിധ്യം തിരിച്ചറിയാനുമാകുന്നില്ല. ഈ തോട്ടം മേഖലകളിലെ ഉൾവഴികളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ദേശീയ ബോർഡിൻ്റെ ലൈൻ കടന്നു പോകുന്ന പോസ്റ്റുകളിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു പരിഹാരം ഇതിന് കാണുവാൻ സാധിക്കും. തോട്ടം മേഖലകളിൽ പുലർച്ചെ നിരവധി ആളുകളാണ് പ്രഭാത സവാരിക്കായി ഇറങ്ങുന്നത്. ഇവരുടെ സുരക്ഷയ്ക്കും വഴിവിളക്കുകൾ ആവശ്യമാണ്. പ്രധാന റോഡുകളിൽ വഴിവിളക്കുകളും ഹൈമാസ്റ്റുകളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തോട്ടം മേഖലയിലെ വിജനമായ ഉൾപ്രദേശങ്ങളിൽ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങളുടെ ജീവൻ പരിഗണിച്ച ഇത്തരം വഴികളിലും ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
കോഴിക്കോട് നാദാപുരത്തും പരിസരത്തും നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ മോഷണം പതിവാകുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് മോഷ്ടിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കല്ലാച്ചി ചീറോത്തുമുക്കിലെ ചാമക്കാലിൽ ഹാരിസിന്റെ വീട്ടിൽ 1 ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രിക്കൽ വയറിംഗ് ഉപകരണങ്ങൾ കാണാതായി. പോലീസിനെ വലയ്ക്കുന്ന മോഷണങ്ങളാണ് നാദാപുരം മേഖലയിൽ നടക്കുന്നത്. ഇലക്ട്രിക്കൽ വയറിംഗ് ഉപകരണങ്ങളടക്കം മോഷ്ടിക്കുന്ന സംഘമാണ് ഇവിടങ്ങളിൽ വിലസുന്നത്. കല്ലാച്ചി സ്വദേശി ഹാരിസിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്നും മോഷണം നടന്നതിന് പുറമെ മറ്റിടങ്ങളിലും സമാന സംഭവങ്ങളുണ്ടായി. കഴിഞ്ഞ മാസം ഈയങ്കോട് മൊട്ടമ്മേൽ നൌഷാദിന്റെ വീട്ടിൽ നിന്നും 80,000 രൂപയുടെ സാധനങ്ങളാണ് കളവുപോയത്. ജാതിയേരി കല്ലുമ്മലിൽ 1 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും നഷ്ടമായി. ചാലപ്പുറത്ത് 1 ലക്ഷം രൂപയുടെ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടു. ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരുന്ന വയറുകൾ ഇവിടെ വെച്ച് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായി വെട്ടി നുറുക്കി കൊണ്ടുപോയാണ് ചെയ്തിട്ടുള്ളത്. 4 മാസം മുമ്പ് വയർ ചെയ്ത് രണ്ടാമത് പ്രവൃത്തി തുടരുന്നതിന് വേണ്ടി ഇന്നലെ വന്നു നോക്കിയപ്പോഴാണ് ഈ സംഭവം കണ്ടിട്ടുള്ളത്. മോഷണങ്ങളെല്ലാം സമാന രീതിയാണ്. പണി പൂർത്തിയായി വൈദ്യുതി കണക്ഷന് തയ്യാറെടുക്കുമ്പോഴാണ് മോഷണം നടക്കുന്നത്. വയറുകൾ, എർത്ത് കോപ്പർ, സ്വിച്ച് ബോർഡുകൾ, ബ്രേക്കർ തുടങ്ങിയവയെല്ലാം നഷ്ടമായിട്ടുണ്ട്. പരാതിയെ തുടർന്ന് നാദാപുരം വളയം പോലീസ് അന്വേഷണം നടത്തുകയാണ്. ന്യൂസ് 18 നാദാപുരം. ഈറ്റ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിൽ. അസംസ്കൃത വസ്തുവായ ഈറ്റ കിട്ടാനില്ലാത്തതും വില വർദ്ധിച്ചതുമാണ് തൊഴിൽ പ്രതിസന്ധിക്ക് കാരണം. അധികൃതർ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പരാതിപ്പെടുന്നു. കഴിഞ്ഞ 7 മാസമായി ബാംബു കോർപ്പറേഷനിൽ നിന്നും ഈറ്റ ലഭിക്കാത്തതാണ് ഈ മേഖലയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് കാരണം. ഈറ്റ കൊണ്ട് കുട്ട, മുറം, വട്ടി എന്നിവ നിർമ്മിക്കുന്ന പരമ്പരാഗത കുടുംബങ്ങളുടെ വരുമാന മാർഗമാണ് ഇതോടെ ഇല്ലാതായത്. ഈറ്റയ്ക്ക് GST ഏർപ്പെടുത്തിയതും വില വർദ്ധിപ്പിച്ചതും ഈറ്റ ലഭിക്കാൻ തടസ്സമായതായി തൊഴിലാളികൾ പറയുന്നു. ഈറ്റ കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. അതുമാത്രമല്ല, ഒരു കല്യാണം വന്നാലും ഒരു എന്ത് കാര്യങ്ങൾ വന്നാലും ഈറ്റ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തികളാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈറ്റ സർക്കാർ എന്തെങ്കിലും പോപ്പുലി നടത്തി ഈറ്റ കിട്ടാൻ എന്തെങ്കിലും വഴി തരണം. ഈറ്റ ലഭിക്കാത്തതിനാൽ ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാണ്. നേരത്തെ 84 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു കെട്ട് ഈറ്റയ്ക്ക് 158 രൂപയാണ് ഇപ്പോഴത്തെ വില. അതും ഇപ്പോൾ ലഭിക്കുന്നില്ല. ഇതുകൊണ്ടാണ് നടത്തുന്നത്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും. കാരണം ഇപ്പോൾ സ്കൂൾ തുറന്ന് അഡ്മിഷനൊക്കെ ആയ സമയത്ത് ഒരുപാട് പൈസ ചിലവാണ്. അപ്പം നമ്മൾ എത്ര പേരെടുത്ത് കൈ നീട്ടിയാലായിരിക്കും നമുക്കൊരു 1000 രൂപയെങ്കിലും നമുക്ക് കിട്ടാൻ പറ്റുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു കഷ്ടത്തിലുള്ള ജീവിതമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. ഈറ്റ കൊണ്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റാണ് ഈ മേഖലയിലെ മിക്ക കുടുംബങ്ങളും കഴിയുന്നത്. എന്നാൽ തൊഴിൽ പ്രതിസന്ധിയിലായതോടെ മിക്ക കുടുംബങ്ങളും പട്ടിണിയിലാണ്. ഞങ്ങൾ പട്ടിണിയാണ്, ദുരിതത്തിലാണ്. ഞങ്ങൾക്ക് ഈറ്റ കിട്ടിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ 400 രൂപ കൊടുത്ത് ഞങ്ങൾ പ്രൈവറ്റായിട്ട് താമരക്കുളത്തുനിന്ന് ഈറ്റ മേടിക്കുകയാണ്. അത് സർക്കാർ ഈറ്റ തന്നാലേ ഞങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ഈറ്റ മേടിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റത്തുള്ളൂ. സാമ്പവ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത്. നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗം പ്രതിസന്ധിയിലായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. ശശിനാരായണൻ, ന്യൂസ് 18 പത്തനംതിട്ട. സംസ്ഥാനത്തെ രണ്ടാമത്തെ സ്മാർട്ട് അംഗൻവാടി ഇടുക്കി മാങ്കുളത്ത് പൂർത്തിയാകുന്നു. തിരുവനന്തപുരത്തും ഇടുക്കിയിലുമായി ആണ് സ്മാർട്ട് അംഗൻവാടി സർക്കാർ അനുവദിച്ചത്. 60 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സ്മാർട്ട് അംഗൻവാടിയിൽ കുട്ടികൾക്ക് പുറമെ വയോജനങ്ങൾക്കും ഒത്തുചേരാനുള്ള സൗകര്യങ്ങളുണ്ടാകും. തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിലാണ് ഓരോ സ്മാർട്ട് അംഗൻവാടികൾ അനുവദിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ സ്മാർട്ട് അംഗൻവാടി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് പൂർത്തിയാകുന്നത്. 60 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഹൈടെക് അംഗൻവാടിയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന പ്രൊജക്ടറും ടെലിവിഷനും മറ്റ് പഠനോപകരണങ്ങളും ഉണ്ടാകും. കുട്ടികൾക്ക് വിശാലമായ ഇരിപ്പിടങ്ങൾ, കളിസ്ഥലങ്ങൾ, കോൺഫറൻസ് ഹാൾ, ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടുക്കള എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾ ഈ അംഗൻവാടിയിൽ ഉണ്ടാകും. ഏകദേശം ഒരു 60 ലക്ഷം രൂപയോളം ഇപ്പോൾ നിലവിൽ ചെലവാകുമെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അത് വളരെ ഹൈടെക്കായ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ അത് പണി ആരംഭിച്ചു കഴിഞ്ഞു. അത് ഏകദേശം തീരാറായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുട്ടികളെ കൂടാതെ വയോജനങ്ങൾക്ക് ഒത്തുചേരുന്നതിനും അവരുടെ മാനസികോല്ലാസത്തിനുമുള്ള പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കും. മാങ്കുളത്തെ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ശിശുവികസന വകുപ്പും ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതിക്ക് ആവശ്യമായ തുക വകയിരുത്തിയത്. സംസ്ഥാന സർക്കാർ ജില്ലയ്ക്ക് അനുവദിച്ച സ്മാർട്ട് അംഗൻവാടി മാങ്കുളത്തിന്റെ അഭിമാന പദ്ധതി കൂടിയാണെന്ന് പഞ്ചായത്ത് അംഗം ഷൈനി മാത്യു പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. ഇടവേള.
വാർത്തകൾ തുടരുന്നു. അയൽവാസി നടത്തിയ നിർമ്മാണ പ്രവൃത്തി മൂലം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനാകാത്ത അവസ്ഥയിലാണ് തൊടുപുഴയിലെ ഒരു കുടുംബം. കോതായിക്കുന്നിൽ താമസിക്കുന്ന CS ഹുസൈനും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനായി മണ്ണെടുത്തതാണ് വീട് അപകടാവസ്ഥയിലാകാൻ കാരണം. തൊടുപുഴ നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബൈപ്പാസിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഹുസൈനും ഭാര്യയും വിദ്യാർത്ഥികളായ 3 മക്കളും താമസിക്കുന്നത്. മാസങ്ങൾ മുമ്പാണ് ഹുസൈന്റെ വീടിന് താഴെ ഭാഗത്തുള്ള അയൽവാസിയുടെ ഭൂമിയിൽ നിർമ്മാണം ആരംഭിച്ചത്. ഹുസൈന്റെ വീടിനോട് ചേർന്നുള്ള ഭാഗം വരെ മണ്ണെടുത്തു. ഇതുമൂലം വീട് ഒരു മൺതിട്ടയുടെ മുകളിലായി. ഏതു നിമിഷവും ഇടിഞ്ഞ് വീടുൾപ്പെടെ താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. ഏകദേശം എൻ്റെ ഒരു 30 വർഷത്തെ സമ്പാദ്യം ഒക്കെ കൂടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വീടാണ്. അതിനാണിപ്പോൾ ഈ തരത്തിലുള്ള ഒരു ദുരവസ്ഥ സംഭവിച്ചത്. ഞാൻ എൻ്റെ വീട്ടിൽ താമസയോഗ്യമല്ലാതെ ആയതുകൊണ്ട് ഈ പണി നടത്തുന്ന വസ്തു ഉടമസ്ഥൻ്റെ പണി സാധനങ്ങൾ അവരുടെ പണിക്കാർ റെസ്റ്റ് എടുക്കുന്ന റൂമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ടിൻ ഷീറ്റ് കൊണ്ട് മറിച്ച ഒരു ഷെഡിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും താമസിക്കുന്നത്. 20 ലക്ഷത്തോളം രൂപ വായ്പയെടുത്താണ് ഹുസൈൻ വീട് പണിതീർത്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട് വയ്ക്കാനും താമസിക്കാനും പറ്റില്ല. ജോലി സമ്പാദിച്ച് വീടിന്റെ കടം വീടണമെന്ന ആഗ്രഹമായിരുന്നുവെന്നും ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ ഭയമാണെന്നും വിദ്യാർത്ഥികളായ മക്കൾ പറയുന്നു. ഇപ്പം ഞങ്ങൾ ലോൺ എടുത്ത് പണിതിട്ട് ഞങ്ങൾ 4.5 ലക്ഷത്തോളം പലിശ മാത്രമേ അടച്ചു തീർന്നിട്ടുള്ളൂ. ഞങ്ങൾ മുതലടയ്ക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നീട് ഇത് വീട് വിൽക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അല്ലെ പുറത്തു പോയി കടം വീട്ടണം ഒരു ഇതിലാണ് ഞങ്ങൾ ഇരുന്നത്. ഇതിപ്പം വിൽക്കാനും പറ്റില്ല, താമസിക്കാനും പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ വീട് ഇപ്പോൾ ഉള്ളത്. അയൽവാസി മുൻധാരണകൾ തെറ്റിച്ച് നടത്തിയ നിർമ്മാണമാണ് ഹുസൈന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് സ്ഥലത്തെത്തിയ സാമൂഹിക പ്രവർത്തകർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഹുസൈന്റെ വീടിന് 10 അടി ദൂരത്തിൽ മാത്രമേ മണ്ണെടുക്കൂ എന്ന് അയൽവാസി പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഹുസൈന്റെ വീടിന്റെ സമീപത്ത് വലിയ ഷീറ്റ് കൊണ്ട് മറയുണ്ടാക്കി കാഴ്ച മറച്ച ശേഷമായിരുന്നു നിർമ്മാണം. വീടിന് സമീപത്ത് തന്നെയുള്ള പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് ഹുസൈൻ കുടുംബം പുലർത്തുന്നത്. ഇതിനിടെയാണ് വായ്പയെടുത്ത് നിർമ്മിച്ച വീടും അപകടാവസ്ഥയിലായിരിക്കുന്നത്. നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹുസൈനും കുടുംബവും അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. 22.5 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടും ഇടുക്കി അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് നടപടിയില്ല. സ്കൂളുകൾ തുറന്നതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സഞ്ചരിക്കേണ്ടതും ഈ പാലത്തിലൂടെയാണ്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. മഴക്കാലത്ത് ഇടുക്കി ജലാശയത്തിൽ ജലനിരപ്പ് ഉയർന്നാൽ കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് സഞ്ചരിക്കേണ്ടത് അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിലൂടെയാണ്. സ്കൂൾ തുറന്നതോടെ ഈ മേഖലയിലെ ആയിരക്കണക്കിന് കുട്ടികൾക്കും ഈ പാലമാണ് യാത്രാമാർഗം. 2013 പൂർത്തീകരിച്ച അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഇതിനോടകം പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചു. അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി 22.5 ലക്ഷം രൂപ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നീക്കിവെച്ചെങ്കിലും പണിയൊന്നും നടന്നില്ല. ഒരേ സമയം തന്നെ ധാരാളം ആളുകൾ ഈ പാലത്തിന് മുകളിൽ കയറുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികളുടെ വലിയൊരു പ്രവാഹം തന്നെ ഈ പാലത്തിൽ ഉണ്ടാവും. അതെല്ലാം അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഡാമിൽ ഇപ്പോൾ തന്നെ വെള്ളം ഉയർന്നു വരികയും ചെയ്യും. അങ്ങനെ വലിയൊരു ദുരന്തത്തെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലപ്പോഴായി നടക്കുന്ന സ്ഥലപരിശോധനകളല്ലാതെ നിർമ്മാണം ആരംഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പാലത്തിന്റെ കൈവരികളും ഇരുമ്പ് കേഡറുകളും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. ആളുകൾ നടന്നുപോകുന്ന ഇരുമ്പ് പ്ലാറ്റ്ഫോമിനും പലയിടത്തും കേടുപാടുകൾ സംഭവിച്ചു. മനോഹരമായ ജലാശയവും തൂക്കുപാലവും സന്ദർശിക്കാൻ 100 കണക്കിന് വിനോദസഞ്ചാരികളും അയ്യപ്പൻകോവിലിലേക്ക് എത്തുന്നുണ്ട്. നാട്ടുകാരും പൊതുപ്രവർത്തകരും നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരെ വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടില്ല. തുക അനുവദിച്ചിട്ട് പോലും പാലത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കാത്തതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ന്യൂസ് 18 ഇടുക്കി. വരൾച്ചയെ പ്രതിരോധിക്കാൻ മഴക്കാലത്തിന് മുൻപ് പൊതുകുളങ്ങൾ നവീകരിച്ച് പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. ആദ്യഘട്ടത്തിൽ 12 കുളങ്ങൾ നവീകരിച്ചു. വേനലായാൽ കുളങ്ങളെല്ലാം വരളുകയാണ്. ഇതോടെ പ്രദേശത്തെ കുടിവെള്ള ലഭ്യതയും കാർഷിക മേഖലയും പ്രതിസന്ധിയിലാകും. ഈ സാഹചര്യത്തിൽ ജലസംരക്ഷണം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടപ്പിലാക്കുന്നത്. പൊതുകുളങ്ങൾ നവീകരിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടം 20 പൊതുകുളങ്ങളാണ് നവീകരിക്കാനായി ഏറ്റെടുത്തതെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ 12 കുളങ്ങൾ മാത്രമേ നവീകരിക്കാനായുള്ളൂ. ഭൂമിക്കടിയിലേക്ക് വെള്ളമിറങ്ങാൻ പൊതുകുളങ്ങളിൽ പരമാവധി വെള്ളം സംഭരിച്ചു നിർത്തുകയാണ് ലക്ഷ്യം. വേനൽ അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് വരൾച്ച. അപ്പോൾ ആ വരൾച്ചയോ ഒക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മഴക്കാലമാണ് വരാൻ പോകുന്നത്. പരമാവധി ജലം സംഭരിച്ചു വെക്കുക, സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഈ കുളം പുനരുദ്ധാരണ പ്രവൃത്തി കൊണ്ട് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രദേശത്തുള്ള വരൾച്ചയെ പ്രതിരോധിക്കുക. എല്ലാ കുളങ്ങളും ഏകദേശം 25-30 സെൻറ്റുകളൊക്കെ ഓളം വരുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന വലിയ വലിയ പൊതുകുളങ്ങളാണ് പഞ്ചായത്ത് നവീകരിക്കുന്നത്. അപ്പോൾ അത്രയും ലിറ്റർ ജലത്തെ നമ്മുടെ ഭൂമിയിൽ സംഭരിക്കാനും നമ്മുടെ വരൾച്ചയെ പ്രതിരോധിക്കാനും ഇതുകൊണ്ട് കഴിയും.
കഴിയുമെന്നാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. ജലസംരക്ഷണത്തിന് മികച്ച പ്രവർത്തനങ്ങളാണ് വർഷങ്ങളായി ഓങ്ങല്ലൂരിൽ നടന്നുവരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം വിവിധ വാർഡുകളിലായി 30ഓളം കിണറുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മിച്ചിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് തിമ്മൻചാലിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാമിൽ വെള്ളം നിറച്ചു തുടങ്ങി. ഡൽഹിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ എത്തി അപാകതകൾ പരിഹരിച്ചാണ് വെള്ളം നിറയ്ക്കുന്നത്. പനത്തടി പഞ്ചായത്തിലെ ഇരിഞ്ഞിലങ്കോട് തിമ്മൻചാലിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാമിലെ അപാകതകൾ പരിഹരിച്ച് വെള്ളം നിറച്ചു തുടങ്ങി. ഡൽഹിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരാണ് പ്രവർത്തനം നടത്തിയത്. 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ചെക്ക് ഡാം ചോർച്ച മൂലം വെള്ളം കെട്ടി നിർത്താനാകാതെ ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. 6 മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കുമെന്ന കരാറിലാണ് തുടങ്ങിയതെങ്കിലും 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പദ്ധതി പൂർത്തിയാവുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ചെക്ക് ഡാമാണ് ഇത്. പക്ഷേ 3 വർഷത്തിന് ശേഷം അത് പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ലായിരുന്നു. അതിൻ്റെ പേരിൽ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും മറ്റ് സംഘടനാ പ്രവർത്തകരും സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ തകരാറ് പരിഹരിക്കുകയും ഇപ്പം ആ ട്യൂബിൽ വെള്ളം നിറച്ച് ഉള്ളതാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ 5 ചെക്ക് ഡാമുകൾ പണിയുന്നതിന് 2.43 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇതിൽ 2 എണ്ണമാണ് പൂർത്തീകരിച്ചത്. ഭുവനേശ്വറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ മാനേജ്മെന്റിന്റെ സാങ്കേതിക സഹായത്തോടെ ജലസേചന വകുപ്പാണ് ജില്ലയിൽ പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്.